ഹായ്, ഞാൻ ഡോക്ടർ ക്രിസ്റ്റഫർ, നിങ്ങളുടെ പാത്തോഡോക്. ഇന്ന് നമുക്ക് ലൈപ്പോപ്രോട്ടീൻ എയും അപ്പോ ബിയും എന്ന് പറഞ്ഞ രണ്ട് മോളിക്യൂളിനെ പറ്റി നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം HSCRP എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും സാധ്യത നോക്കാനുള്ള രണ്ട് ടെസ്റ്റ് കൂടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ അപ്പോ ബിയും LPA അല്ലെങ്കിൽ ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറഞ്ഞ രണ്ട് മോളിക്യൂൾസ്. അപ്പോൾ അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് LDL കൊളസ്ട്രോൾ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അത് ചീത്ത കൊളസ്ട്രോൾ ആണെന്ന് അറിയാം. ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ LDL കൊളസ്ട്രോൾ തന്നെ പല സൈസുകളുണ്ട്. ചെറിയ സൈസുകളുണ്ട്, വലിയ സൈസിലുള്ള മോളിക്യൂൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു തരം ചെറിയ സൈസിലുള്ള LDL കൊളസ്ട്രോളാണ് ഈ ലൈപ്പോപ്രോട്ടീൻ എ. ഈ ലൈപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്ന ഈ LDLലെ ഒരു വിഭാഗം മോളിക്യൂൾസാണ് നമ്മുടെ ഈ ആതെറോസ്ക്ലെറോസിനും ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും കൂടുതൽ സാധ്യത ഉണ്ടാക്കും. LDL കൊളസ്ട്രോൾ നോർമലാണെങ്കിലും ലൈപ്പോപ്രോട്ടീൻ എ കോമ്പോണൻറ്റ്, അതിനകത്ത് ലൈപ്പോപ്രോട്ടീൻ എ കോമ്പോണൻറ്റ് കൂടുതലാണെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഇനിയുള്ളത് അപ്പോ ബി എന്ന് പറഞ്ഞ മോളിക്യൂളാണ്. അപ്പോ ബി എന്ന് പറഞ്ഞാൽ അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബി ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്ലഡിൽ ഈ LDL കൊളസ്ട്രോളിനെ ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന ഒരു മോളിക്യൂളാണ്. LDL കൊളസ്ട്രോൾ നമ്മൾ പല സൈസിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറിയ സൈസിലുള്ള LDLും വലിയ സൈസിലുള്ള LDLനെല്ലാം ഓരോ അപ്പോ ബി വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ LDL കൊളസ്ട്രോൾ നോർമലായിട്ടും അപ്പോ ബി കൂടുതലാണെങ്കിൽ അതിനർത്ഥം ചെറിയ സൈസിലുള്ള LDL ആയിരിക്കും കൂടുതൽ. ചെറിയ LDL കൊളസ്ട്രോളാണ് കൂടുതൽ കുഴപ്പക്കാരൻ. അതിനർത്ഥം ഈ ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനെല്ലാം ചാൻസ് കൂടുതലുണ്ടെന്നാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണിത് ചെക്ക് ചെയ്യേണ്ടത്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.